വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ ബസ്സിൽ പോകുമ്പോൾ തന്നെ, അതായത് തൊടുപുഴയ്ക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ വൈറ്റില ഹബ്ബിലോട്ട് പോകും. തൊടുപുഴയ്ക്ക് കയറിയപ്പോഴല്ല, വൈറ്റില ഹബ്ബിലോട്ട് പോകുമ്പോൾ തന്നെ കുമ്പളം ടോളിൻ്റെ അവിടെ അൽസാജ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത് കണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചേട്ടാ ഇത് ആലുവയിലുള്ള അൽസാജ് ആണോ, അറിയില്ലല്ലോ. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ എഴുതിയിരിക്കുന്നത്. ആലുവയിലെ അൽസാജിൽ കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇത് ഭയങ്കര പെയ്ഡ് പ്രൊമോഷനാണോ, അതുപോലെ ഈ അൽസാജ് എന്ന് അങ്ങനെയല്ല, ഈ ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ റീൽസ് എല്ലാം കണ്ടിട്ട് ഭയങ്കര എന്താ നമുക്ക് ഇങ്ങനെ കൊതി വരില്ല, അത് ഇവരുടെ ഫുഡ് കാണുമ്പോഴത്തേക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വേറെ ഒരു കടകളിലും കയറാണ്ട് നേരെ കുമ്പളം ടോളിൻ്റെ അവിടെ വന്നിട്ട് ഈ കടയിലോട്ട് കയറിയിട്ടാണ്. ഭയങ്കര പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. കാരണം അവർക്ക് തന്നെ നല്ല കച്ചവടം കിട്ടുന്ന ടീമുകളാണല്ലോ. അപ്പോൾ നല്ല പാർക്കിംഗ് സൗകര്യം കാര്യമെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് തിരക്കില്ലായിരുന്നു. ചിലപ്പോൾ ഇത് ഒരു 5 മണിയൊക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കണം തിരക്കില്ലാതിരുന്നതെന്ന് തോന്നുന്നു. പിന്നെ അറിയത്തില്ല. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ടാ. ഞങ്ങൾക്ക് ഈ മീൻ പിടിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് നേരം നോക്കി നിന്നു. അല്ലാണ്ട് തന്നെ 3/4 മണിക്കൂർ ഞങ്ങൾ പുറത്ത് സ്പെൻഡ് ചെയ്തു, ഫോട്ടോ എടുക്കാനും ആ കായലിൻ്റെ സൈഡ് നോക്കി നിന്നൊക്കെ തന്നെ. അകത്താണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, നല്ല രസമുണ്ട് കാണാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ബാത്റൂം തന്നെ, അവരുടെ ആ ബാത്റൂം അടിപൊളി, ഒന്നും പറയാനില്ല കേട്ടോ. ഇത്രയും ഞാൻ ഇത്ര ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇത്രയും നീറ്റായിട്ടുള്ളൊരു ബാത്റൂം. ഇനിയിപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഇതിലാണോ, ഇനിയിപ്പോൾ ആൾക്കാരെല്ലാം വന്നു കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും ഞാൻ കയറിയ സമയത്ത് നല്ല നീറ്റായിരുന്നു കേട്ടോ. പിന്നെ ഫുഡെല്ലാം നോക്കി മെനു കാർഡൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കും സ്വാഭാവികം കുറേ നോക്കിയൊക്കെ ഇരുന്ന് അവസാനം ചേട്ടാ ചിക്കൻ ബിരിയാണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇവർ മന്തി പറഞ്ഞപ്പോൾ ഞങ്ങൾ മടുപ്പിച്ചു. മന്തി വന്നു. അപ്പോൾ മന്തിക്ക് ഒരു 15 മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഇവർ തന്നെ എന്നാൽ ചിക്കൻ ബിരിയാണി മതി എന്ന് പറയും. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ശംഖും കണ്ണനും ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടാണ്. ഞങ്ങളൊക്കെ എല്ലാവർക്കും ചിക്കൻ ബിരിയാണി മതിയായിരുന്നു. പിന്നെ അതുമല്ല, ഇവരൊരു പസിൽ പോലത്തെ സംഭവം ആ പേപ്പറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് പെൻസിൽ വാങ്ങിയിട്ട് അത് വരക്കാനുള്ള തത്രപ്പാടാണ് ഈ 6 പേരും കൂടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്നു പിന്നെ ഇതിലൊന്നും മുതിരാറില്ല. ചിന്നുവിനാണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് ബിരിയാണി വന്നപ്പോഴത്തേക്കും ഇനി ഞാൻ വീഡിയോ എടുക്കില്ല കേട്ടോ തോന്നും. അപ്പോൾ ഞാൻ അതെന്താ അങ്ങനെ, വെറുതെ അല്ല, സൈഡിൽ ബിരിയാണി കൊണ്ടുവന്നു. ഇനിയിപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു പരിപാടി നടക്കില്ല. ഞാൻ ഏറ്റവും ആദ്യം വരച്ച് കഴിഞ്ഞ്, അതായത് ആ പസിലെല്ലാം ഫില്ല് ചെയ്യണല്ലോ, അത് ഞാൻ ഏറ്റവും ആദ്യം വരച്ച് കഴിഞ്ഞ് അതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്തുണ്ടായിരുന്നേ. അതൊന്നും പുള്ളിക്കാരി വീഡിയോ എടുത്തില്ല. കാരണം ബിരിയാണി വന്നില്ലേ, എങ്ങനെ വീഡിയോ എടുക്കാൻ, ഇനി അത് കഴിക്കുക എന്നുള്ളതാണ് ടാസ്ക്. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി ബില്ല് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇങ്ങനെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു ചെറിയ ഐസ്ക്രീംസിൻ്റെ, അതായത് അങ്കിൾ ജോണാന്ന് തോന്നുന്നു, അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഐസ്ക്രീം നോക്കിയ വിഷയമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു കുൽഫി വാങ്ങി കൈസ്. വേറെ ഒന്നുമല്ല, ഒരെണ്ണം വാങ്ങിയിട്ട് 3 കൂടി കഴിക്കാമെന്നുള്ള പ്ലാനിലൊക്കെയാണ് വാങ്ങിയത്. എന്നാലും കൂടുതൽ കഴിച്ച് ഞാൻ കേട്ടോ. ചിന്നു കുറച്ച് കഴിച്ചു, ശങ്കൂരും കൊടുത്ത്, കണ്ണന് കൊടുത്തില്ലെന്ന് തോന്നുന്നു. കണ്ണൻ കാറിനകത്തായിരുന്നു. ആ സമയം കൊണ്ട് ഞാനത് കഴിച്ച് തീർത്ത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ബിരിയാണി ആയിരുന്നു. ഇനി അവിടെ വേറെ കയറണമെന്നും പറഞ്ഞാൽ ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും ഈ മഴയത്തങ്ങ് യാത്ര തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടരുകയാണ്. അപ്പോൾ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Stay tuned. Bye bye.